ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കത്തിരിക്ക വെച്ചൊരു മോര് കറിയാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 കത്തിരിക്കയാണ്. നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വരഞ്ഞ് അതിനുള്ളിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തൊന്ന് പുരട്ടി ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചേക്കണം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാം. കത്തിരിക്കയിൽ ഇപ്പം ഞാൻ മുളക് പൊടിയെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കത്തിരിക്ക പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കത്തിരിക്ക ഒന്ന് പൊരിച്ചെടുക്കണം. തിരിച്ച് മറിച്ച് ഇട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കത്തിരിക്ക ഇപ്പം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കത്തിരിക്കയുടെ എണ്ണയെല്ലാം വലിച്ചെടുക്കാനായിട്ട് നമുക്കിതിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മോര് കറിയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അധികം എണ്ണയൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ കത്തിരിക്കയെല്ലാം കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കുറച്ച് കായം കുറച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇച്ചിരി നമുക്ക് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു അര സവാള അതുകൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഒന്നും കൂടി വഴറ്റണം. സവാളയുടെ നിറം മാറുന്നത് വരെ വഴറ്റണം. പച്ചമുളകെല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കൂടി ഒന്ന് റെഡിയാവണം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കത്തിരിക്ക ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമ്മൾ സ്റ്റൗ സിമ്മിലിട്ട ശേഷം കലക്കി വെച്ചിരിക്കുന്ന മോര്, ഞാനിപ്പോൾ 1 കപ്പ് മോരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത മോരാണിത്. ഇനി ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിക്കാൻ പാടില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഉടനെ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് മൂടി വെച്ച ശേഷം ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക മോര് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെയധികം രുചികരമായ ഒരു ഐറ്റമാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കാൻ മറക്കരുത്.